നമസ്കാരം. ഞാൻ ഡോക്ടർ അരുൺ വാസുദേവൻ, ഫൗണ്ടർ ഡയറക്ടർ IDRP തിരുവനന്തപുരം, ഡയബറ്റീസ് റിവേഴ്സൽ സെൻ്റർ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം. ഇപ്പോൾ കേരളത്തിൽ ഇന്ന് മിക്കവാറും ഒരു 1/3 ആൾക്കാർക്കും ഡയബറ്റീസ് ഉണ്ട്. അപ്പോൾ ഡയബറ്റീസ് ഉള്ളവരിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നൊരു സാധനമാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം. ഇത് ഒരു ചെറിയ ഗ്ലാൻഡാണ്. ഇത് നമ്മുടെ യൂറിനറി ബ്ലാഡറിൻ്റെ തൊട്ട് താഴെ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ ഉള്ള ഒരു ഗ്ലാൻഡാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ സെമിനൽ ഫ്ലൂയിഡിൻ്റെ ഒരു കോൺസ്റ്റിറ്റ്യൂൻ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗ്രന്ഥിയാണ്. അപ്പോൾ ഇത് നമ്മൾ സാധാരണഗതിയിൽ ഇത് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല. പക്ഷേ ചില സമയങ്ങളിൽ ചില ഘട്ടങ്ങളിൽ ഇത് വലുതാവുകയും കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഒരിക്കലും ബിനൈനാണ്. ഇത് ഒരിക്കലും ക്യാൻസറസ് അല്ല, ക്യാൻസർ ഉണ്ടാക്കുകയില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഡയബറ്റീസ് ഉള്ള ആൾക്കാരിൽ ഹൈപ്പർ ഇൻസുലിനീമിയ അല്ലെങ്കിൽ അതേപോലെ ഹൈപ്പർ ഗ്ലൈസീമിയ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് അത് ഒബേസിറ്റി ഉണ്ടാക്കുന്നത്. ആ ഒബേസിറ്റി ഉള്ളവരിൽ ഇത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം വരാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ സാധാരണ 50 വയസ്സുള്ളവരിൽ ഒരു 60% പേർക്കും ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കമുണ്ട്. ഒരു 80 വയസ്സൊക്കെ കഴിഞ്ഞവർക്ക് 90% പേർക്കും ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കമുണ്ട്. സാധാരണ ഒരു 20 cc വോളിയം ആണെന്നുണ്ടെങ്കിൽ സാധാരണ മലയാളി ഒരു മീഡിയം സ്ട്രക്ചറൊക്കെയാണ്, സ്കെൽറ്റൽ സ്ട്രക്ചറാണെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഒരു ചിലരിൽ ഒരു 25-26 cc ഒക്കെ ആണെങ്കിൽ പോലും വലിയ പ്രശ്നങ്ങളുണ്ടാവില്ല. പക്ഷേ ചില ആൾക്കാരിൽ ഒബേസിറ്റിയൊക്കെ ഉള്ളവരിൽ ഇതിൽ ഒരു 20-28 cc എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നാച്ചുറലി അതിനകത്ത് പിന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. റെസിഡുവൽ യൂറിൻ്റെ വോളിയം ഒക്കെ കൂടും. അതുപോലെ പിന്നെ ഇത് സാധാരണ കണ്ടുവരുന്ന 50 വയസ്സിന് മുകളിലുള്ളവരാണ്. പിന്നെ അതുപോലെ വണ്ണം കൂടിയവരിൽ, അതുപോലെ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഉള്ളവരിൽ, ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെയാണ് ഇത് കാണുന്നത്. പക്ഷേ ഇത് പ്രശ്നമാവുന്നതെന്ന് പറയുന്നത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കാൻ തോന്നുക, നമുക്ക് മൂത്രം ഒഴിച്ചു കഴിഞ്ഞാലും കംപ്ലീറ്റ് ആയിട്ട് പോകാതിരിക്കുക, അതേപോലെ യൂറിൻ ട്രിപ്പിൾ ചെയ്ത് വീഴുക, യൂറിൻ്റെ ഫ്ലോ വീക്ക് ആവുക, അതേപോലെ ചിലപ്പോൾ ഇത് പ്രശ്നമുണ്ടായി യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വരിക, ബ്ലഡ് യൂറിൻ ബ്ലാഡറിൽ കെട്ടിക്കിടക്കുന്ന ബ്ലാഡർ ഇൻഫെക്ഷൻ വരിക, ബ്ലഡ് ചിലപ്പം യൂറിനിൽ പുറത്ത് വരിക. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെയിൻ വരും. അതുപോലെ നമുക്ക് ഒരു യാത്ര പോകാനോ അല്ലെങ്കിൽ വാഹനം ഓടിക്കാനോ ഒക്കെ വലിയ ബുദ്ധിമുട്ട്, നമ്മുടെ ലൈഫ് സ്റ്റാറ്റസിനെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമായിട്ട് അതങ്ങ് മാറും. അപ്പോഴും നമ്മൾ ആശുപത്രിയെ സംബന്ധിച്ച് കഴിഞ്ഞാൽ മിക്കവാറും അത് സർജറി അല്ലെങ്കിൽ വീര്യം കൂടിയ മരുന്നുകളൊക്കെ കഴിക്കേണ്ടതായിരുന്നു. അപ്പോൾ എന്നാൽ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് ഇത് മാറ്റാൻ കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ വളരെ അത്ഭുതകരമായിട്ടുള്ളൊരു കാര്യം. കുറച്ച് കാര്യങ്ങൾ നോക്കിയാൽ മതി. അതായത് നമ്മൾ ഈ സിങ്ക് അടങ്ങിയിട്ടുള്ള ഭക്ഷണ സാധനം, സിങ്ക് എന്ന് പറയുന്നത് എള്ളിൽ ധാരാളമുണ്ട്, ആൽമണ്ട്സിലുണ്ട്. അപ്പോൾ ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വൻപയറിലും സിങ്ക് ധാരാളമുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് അവൈലബിൾ ആണ് ഇവിടെ. അപ്പോൾ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഈ പിന്നെ ഇതിൻ്റെ വീക്കം കുറയ്ക്കാനും വീക്കം വരാതിരിക്കാനും കഴിയും. അപ്പോൾ ഡെയിലി ഇതിനകത്ത് നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക. അതേപോലെ ലൈക്കോപ്പീൻ എന്ന് പറഞ്ഞൊരു റെഡ് പിഗ്മെൻ്റ് ഉണ്ട്, അതൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ട്, തക്കാളിയിലൊക്കെ ഉണ്ട്. അതുപോലെ നമ്മുടെ തണ്ണിമത്തലിൽ അങ്ങനെയുള്ള ഓറഞ്ച് ഒരു റെഡ് പിഗ്മെൻ്റാണ്. അപ്പോൾ ഇത് ഉൾപ്പെടുത്തിയാൽ, നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തിയാൽ ഈ ഗ്രന്ഥി വീക്കം തടയാൻ കഴിയും, അതുപോലെ കുറയ്ക്കാനും കഴിയും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ വൈറ്റമിൻ സി ഉള്ള എല്ലാ ഫ്രൂട്ട്സും, ഇപ്പോൾ ലെമൺ, ഓറഞ്ച്, അതേപോലെയുള്ള വെജിറ്റബിൾസ്, ബെൽ പെപ്പർ, കോളിഫ്ലവർ, പിന്നെ ഇങ്ങനെയുള്ള വെജിറ്റബിൾസ്, നമുക്ക് നാട്ടിൽ കിട്ടുന്ന വെജിറ്റബിൾസ് വൈറ്റമിൻ സി ഉള്ളത് നമ്മുടെ ഡെയിലി ഡയറ്റിൽ ഉൾപ്പെടുത്തുക. പിന്നെ നെല്ലിക്ക, വൈറ്റമിൻ സി ധാരാളമുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉൾപ്പെടുത്തുക. സെലീനിയം ഞാൻ ഈ പറഞ്ഞ സാധനങ്ങളിലൊക്കെ. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഡെയിലി ഡയറ്റിൽ ഉൾപ്പെടുത്തുക. അതോടൊപ്പം ഡെയിലി നിങ്ങൾ 15 മിനിറ്റിൻ്റെ ഒരു എക്സസൈസ് ഡെയിലി ചെയ്യുകയാണെങ്കിൽ ഒരു 80 വയസ്സുള്ളവർക്കും ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള എക്സസൈസാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഇതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഡെയിലി ചെയ്യുകയാണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് 50 വയസ്സ് കഴിഞ്ഞാൽ ഈ ഗ്രന്ഥി വീക്കം വരികയില്ല. വന്നവർക്ക് വിതിൻ 7 days വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു ചേഞ്ച് വരും. ഒരു 3 ആഴ്ച കൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ കഴിയും. അപ്പോൾ ഇത് നിങ്ങൾ കാണുക. ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇത് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.